ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിനി മുതൽ മറ്റുള്ളവരോട് ആരോടും ആലോചന ചോദിക്കാതെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ജീവിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റാരോടും നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ടെന്നേ. നമ്മുടെ കൂടെ നമ്മൾ കർത്താവുണ്ട്. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കർത്താവ് എല്ലാം വെളിപ്പെടുത്തി തരും നമുക്ക്. അതുകൊണ്ട് മറ്റാരോട് സാത്താൻ നോക്കുന്നവരോടോ സാത്താൻ സേവ ചെയ്യുന്നവരോടോ ഒന്നും നമ്മൾ ആലോചന ചോദിക്കാൻ പോകണ്ട. നമ്മുടെ ഈശോയോട് മാത്രം നമ്മൾ ആലോചന ചോദിക്കുക. നമ്മൾ ദിവ്യകാര്യത്തിന് മുമ്പിൽ ഇരുന്നിട്ട് ഈശോയോട് ചോദിക്കുക, എന്താ ഈശോയെ ചെയ്യേണ്ടത്? അപ്പോൾ ഈശോയെ മറുപടി പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ദൈവത്തെ അങ്ങനെ ഒന്ന് സ്നേഹിക്കാനൊന്ന് പഠിക്കുക. ദൈവത്തെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം സമ്പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ടാണ് പരിണമിക്കുന്നത്. എല്ലാം മാറ്റി തരും. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പാപികളാണ്, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ തെറ്റിനേക്കാൾ ഉപരി കർത്താവിൻ്റെ കരുണ ഒരു വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ ഈ വാസ്തുശാസ്ത്രം പഠിക്കാൻ ഉണ്ടായ സാഹചര്യം വളരെ വിചിത്രമാണ്. അതായത് 1994 ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് ജോലിക്കായിട്ട് ഞാൻ കടന്നു ചെന്നു. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് കടന്നു ചെന്നപ്പോൾ അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ് ഞാൻ ആദ്യമേ ഹെൽപ്പറായിട്ട് ജോലിക്ക് പോയി, പിന്നെ മേസ്തിനായി, പിന്നെ കോൺട്രാക്ട് വർക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഞാൻ പടിപടിയായിട്ട് ഉയരാൻ തുടങ്ങി. ഹല്ലേലൂയ. എങ്കിലും ഈ കാലയളവിൽ എൻ്റെ ഭവനത്തിൽ ഒത്തിരി കഷ്ടതകൾ ഉണ്ടായിരുന്നു. കാരണം രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ. എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, കൂടുതൽ പിന്നെ അങ്ങോട്ട് പഠിക്കാൻ സാധിച്ചില്ല. എങ്കിലും ജോലിയിലൊക്കെ ഞാൻ കൃത്യമായിട്ട് പോകാനും വളരെ കാര്യമായിട്ട് ജോലിക്ക് പോകാനും തുടങ്ങി. ഞാൻ ആ കോൺട്രാക്ട് വർക്കിലേക്ക് എടുത്തപ്പോൾ എൻ്റെ കീഴിൽ 10-14 ജോലിക്കാരൊക്കെ ഉണ്ടായി. ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പഠിച്ചു. 3, 4, 5 ബിൽഡിങ്ങുകൾ ഒരേ സമയത്ത് പണിയുവാൻ എനിക്ക് സാധിച്ചു. ഇങ്ങനെ സാധിക്കുമ്പോൾ ഇങ്ങനെ പണിതുകൊണ്ട് നടക്കുമ്പോൾ പോലും ധാരാളം പണം എൻ്റെ കയ്യിലേക്ക് കടന്നു വരാറുണ്ട്. പക്ഷെ കയ്യിൽ കാശൊന്നും ഇരിക്കാറില്ല. മദ്യപാനമില്ല, പുകവലിയില്ല, ദുശീലങ്ങളൊന്നുമില്ല. പക്ഷേ കയ്യിൽ പണം ഇരിക്കില്ല. അതൊരു വലിയ പരാജയമായിരുന്നു. ഘട്ടത്തിൽ എപ്പോഴും പള്ളിയിലൊക്കെ പോകും. പക്ഷേ ഈ കാലഘട്ടത്തിലും ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരു സാമ്പത്തിക മേന്മ ഇല്ലാതാവുന്നത്, കയ്യിലൊന്നും പൈസ ഇല്ലാതിരിക്കുന്നത് എന്താ? ഞാൻ കർത്താവിനോട് ചോദിക്കും. എനിക്ക് കർത്താവിൽ നിന്നും ആ സമയത്തൊന്നും ഉത്തരം കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ 94-95 ആ കാലഘട്ടങ്ങളിലൊക്കെ വീട്ടിലിങ്ങനെ അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ രോഗപീഠകളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ അയൽവക്കത്തുള്ള ആളുകളൊക്കെ എന്നോട് പറയും, ഇത് വീടിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണ്. അന്നൊന്നും വലിയ ബോധ്യമില്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ വീടിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണെന്ന് പറയുമ്പോൾ ഞാൻ പലരെയും കാണാൻ പോകും. വാസ്തുശാസ്ത്രം നോക്കുന്ന പലരെയും കാണാൻ പോകാറുണ്ട്. അവരിങ്ങനെ ഓരോ പ്രതിവിധി പറയും. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ തെക്ക് വശത്തുള്ള വള എന്ന് പറയുമ്പോൾ ഓടിട്ട പെരയാണ്. ആ ഓടിട്ട പെരയുടെ ഉത്തരം കഴുക്കോലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പട്ടികയാണ് വള എന്ന് പറയുന്നത്. അത് തെക്ക് വശത്തുള്ള വള മുറിച്ചിട്ട്, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നിട്ട് ഈ വള ഞാൻ മുറിച്ചിട്ടു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, സാമ്പത്തികമായിട്ടൊരു മേന്മ ഉണ്ടാവുന്നില്ല, രോഗങ്ങളോട്ട് മാറണമില്ല. ഞാൻ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. വളരെ പ്രസിദ്ധമായ ഒരു വാസ്തുശാസ്ത്രം നോക്കുന്ന ഒരു പണ്ഡിതനാണ്. വീണ്ടും ഒരു മേന്മയും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിന് തൊട്ട് മുകളിലുള്ള ഒരു വള കൂടി മുറിച്ചിട്ട്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ വീട്ടിൽ വന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് ഈ വള മുറിച്ചിട്ടിട്ട് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷവും സമാധാനവും കടന്നു വരുന്നില്ല. പണമിട്ട് കയ്യിൽ വരുന്നുമില്ല. ആ ഇടയ്ക്കാണ് എൻ്റെ വീട്ടിൽ 3 മരണങ്ങൾ, 13 മാസം കൊണ്ട് 3 മരണങ്ങൾ സംഭവിക്കുന്നത്. ഇങ്ങനെ 3 മരണങ്ങളും കൂടി സംഭവിക്കുമ്പോൾ എനിക്ക് ആകെ അസ്വസ്ഥതയായി, ആകെ വേദനയായി. കാരണം എന്തായിരിക്കും ഇതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അപ്പോൾ അന്നേരം ഇപ്പോൾ അയൽവക്കക്കാർ പറയും. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം
3-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ച് പാലിച്ചില്ല, എൻ്റെ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും എങ്ങനെയാ നമ്മുടെ ചുറ്റുമുള്ള ജനതകൾ പറയുന്നത്, നമുക്ക് അറിവില്ല. സത്യത്തിൽ ഈ അറിവില്ലായ്മ മൂലം മറ്റുള്ളവർ മുതലെടുക്കുവാനും അവർ പറയുന്നതാണ് സത്യമെന്ന് പറഞ്ഞ് നമ്മൾ കരുതി ഇങ്ങനെ നടക്കുകയും ചെയ്യും. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പല വ്യക്തികളെ, വാസ്തുശാസ്ത്രം നോക്കുന്ന പല വ്യക്തികളെയും ചെന്ന് കണ്ടിട്ടും വീട്ടിലൊരു സന്തോഷം സമാധാനം ഇല്ലാതിരുന്ന അവസ്ഥയിൽ അന്ന് ഇഷ്ടംപോലെ പണം ഉണ്ടാകുമായിരുന്നു. ഒരു വീട് പണിത് കഴിഞ്ഞാൽ 20,000-30,000 രൂപ ലാഭം കിട്ടുമായിരുന്നു. പക്ഷേ എത്ര ലാഭം കിട്ടിയിട്ടും കയ്യിൽ പൈസ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇരിക്കുമ്പോൾ എനിക്ക് ഈ വാസ്തുശാസ്ത്രം നോക്കുന്ന ആൾക്കാരോട് ദേഷ്യമായി. കാരണം അവർ 10 പേര് വന്ന് പറഞ്ഞാൽ 10 പേര് പറയുന്നു 10 അഭിപ്രായമാണ്. ഒരാളും 10 പേര് വന്നാൽ ഒരഭിപ്രായമാണ് പറയുന്നതെങ്കിൽ നമുക്ക് വിശ്വസനീയമാകുമായിരുന്നു. ഇത് പല വ്യക്തികളെ കാണുമ്പോൾ പല വ്യക്തികളും പറയുന്നത് പല അഭിപ്രായമാണ്. ഇങ്ങനെ വന്നപ്പോൾ ഇത് സത്യമാണോ അതോ നുണയാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് എനിക്ക് വല്ലാത്ത ആകാംക്ഷയുണ്ടായി. ആ കാലഘട്ടങ്ങളിലും ഞാൻ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വാസ്തുശാസ്ത്രം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ ഈ വാസ്തുശാസ്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാസ്തുശാസ്ത്രം പഠിക്കുവാൻ തുടങ്ങി. മനുഷ്യാലയ ചന്ദ്രിക പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു കൂട്ടി. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പട, പ്രശസ്തനായ വാസ്തുശാസ്ത്ര പണ്ഡിതന്, അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ള പുസ്തകം വായിച്ചു നോക്കി. അതുപോലെ ചൈനീസ് വാസ്തുശാസ്ത്രം വായിച്ചു നോക്കി. ഇങ്ങനെ പല പുസ്തകങ്ങളും വായിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് 1-ാം കൽപ്പന ലംഘനമായിട്ടാണ് മാറുക എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. കാരണം അവിടെയൊന്നും നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവിടെ കാണാനില്ല. എല്ലാം ഈ ഹൈന്ദവ ആചാരത്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അവിടെ കാണാനുള്ളൂ. കാരണം ഈ ഇന്ദ്രനെയും വരുണനെയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒക്കെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു പൂജ നടത്തുന്ന സംഭവമാണ് ഈ വാസ്തുശാസ്ത്രത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലാതെ നമ്മുടെ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുവാനോ അങ്ങനെ ചില വാസ്തുശാസ്ത്രം നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അവരൊരു പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഒരു മെഴുകുതിരി കത്തിക്കുക, കുറച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, ഇത്ര ദിവസം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ഒരു തന്ത്രമാണ്. എനിക്ക് പിന്നീടാണ് ഇത് മനസ്സിലായത്. കാരണം ഈ വാസ്തുശാസ്ത്രം പഠിക്കുമ്പോൾ പോലും ഈ വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ശാസ്ത്രമായുള്ളതാണ് ഒരു മനുഷ്യന് എൻ്റെ ഇഷ്ടപ്രകാരം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ മാറ്റാമെന്ന് പറഞ്ഞതുപോലെ ഈ ശാസ്ത്രം ഓരോ വ്യക്തിയും അങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഈ കാര്യം ഇതാണ്. നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള എറണാകുളത്ത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ടൗണിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും വീടുകൾ വാസ്തുശാസ്ത്രം നോക്കിയിട്ട് പണിതറുണ്ടോ? അപ്പം എൻ്റെ ചിന്ത ഇങ്ങനെ പോയി, അവരും ജീവിക്കുന്നത് ഈ ഭവനത്തിൽ തന്നെയല്ലേ? ഈ ഭവനത്തിൽ നിന്നല്ലേ? ഇനി മാത്രമല്ല, ഞാൻ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിൽ ജോലി ചെയ്യുമ്പോൾ 10-14 കെട്ടിടങ്ങൾ ആ സമയത്ത് ഞാൻ പണിതിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പണിതുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു കെട്ടിടത്തിനും ശാസ്ത്രം നോക്കില്ല. കാരണം ഞാനൊരു കച്ചവടക്കാരൻ്റെ കൂടിയായിരുന്നു. 8 വർഷത്തോളം ഞാൻ. അന്ന് അദ്ദേഹം ഒരു ആളെയും ഈ സ്ഥാനം നോക്കാനായിട്ട് കൊണ്ടുവന്നത് ഞാൻ തന്നെയായിരുന്നു ഇതിൻ്റെ കുത്തിവെച്ച് അളവെടുത്തിട്ട് പണിതുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി, അവിടെ ഇപ്പം ജീവിക്കാൻ അവർ വരുന്നില്ല, വേറെ അത് വിൽക്കാനുള്ള വീടാണ്. അവരും സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പം ഈ വാസ്തുശാസ്ത്രത്തിൽ അടിസ്ഥാനമില്ല എന്നുള്ള സത്യം എനിക്ക് അങ്ങനെ മനസ്സിലായി. അങ്ങനെ ഞാൻ വാസ്തുശാസ്ത്രത്തിൽ നിന്നും പിന്തിരിയുവാൻ തുടങ്ങി. പിന്നീട് വാസ്തുശാസ്ത്രം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്നാൽ പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു, എന്നാൽ ഇനി വാസ്തുശാസ്ത്രം നോക്കാൻ പോവാം. കാരണം പൈസ കിട്ടുമല്ലോ. എനിക്ക് വിശ്വാസമില്ല, പക്ഷേ മറ്റുള്ളവരുടെ നിന്നും പണം മേടിക്കാമല്ലോ എന്ന് കരുതി ഞാൻ ഇത് സ്ഥാനം നോക്കാൻ പോകാൻ തുടങ്ങി. ഇത് അറിയാവുന്ന വ്യക്തികളാണ് എന്നെ പലപ്പോഴും വിളിച്ചതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പലരും എന്നെ വിളിക്കാറുള്ള കാര്യം ഇതാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ പലരും വിളിക്കും. അപ്പം എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു, പണം ഉണ്ടാക്കാം. കാരണം പൈസ എന്തോ ഒരു 20,000 രൂപ കിട്ടിയാലും 30,000 രൂപ കിട്ടിയാലും എനിക്ക് ദുശീലങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ കയ്യിലേക്ക് പണമൊന്നും വരില്ല. അപ്പം ഇങ്ങനെ കുറച്ച് പണം കൂടി ഉണ്ടാക്കാം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ പലരും പല സ്ഥലത്തും ചെന്ന് നോക്കി അവരിൽ നിന്ന് പണം മേടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ.
അങ്ങനെ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വചനം കിട്ടി. പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18 മുതലുള്ള തിരുവചനവും 33-ാം അധ്യായം 8 മുതലുള്ള തിരുവചനവും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാനൊരു സത്യം അറിഞ്ഞാൽ അത് അറിയാത്ത ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന്. കാരണം അവനറിയില്ലാത്തത് മൂലം ദുഷ്ടന്റെ പാപം മൂലം അവനത് മരിക്കും. അവൻ മരിക്കും, ഞാനും മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ അവൻ്റെ പാപത്തിന് ഞാൻ ഉത്തരവാദിയായിരിക്കുമെന്ന് വചനം ഇവിടെ സാക്ഷ്യപ്പെടുത്തുക. കാരണം ഞാനൊരു സത്യം പറഞ്ഞിട്ട് ആ നുണ തന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ വാസ്തുശാസ്ത്രം തെറ്റാണ്, അത് ശരിയല്ല, 1-ാം കൽപ്പന ലംഘനമാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, അത് എനിക്ക് മനസ്സിലായി. ആ ഒരു സത്യം ഞാൻ മറച്ചു വെച്ചുകൊണ്ട് അത് തന്നെ തെറ്റ് തന്നെ ആവർത്തിക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ അവരുടെ മരണത്തിന്, അവരുടെ പാപത്തിന് ഞാൻ ഉത്തരവാദിയാവുക. ഇനി നിങ്ങൾ ആ സത്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആ സത്യം പറഞ്ഞിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ, അതനുസരിക്കാതിരുന്നാൽ നിങ്ങളും മരിക്കും, ഞാനും മരിക്കും. പക്ഷേ ആ പാപത്തിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. കാരണം ഞാൻ നിങ്ങളെ സത്യം അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ വാസ്തുശാസ്ത്രം അത് തെറ്റാണ്, 1-ാം കൽപ്പന ലംഘനമാണെന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനം സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് ആ വചനം കേട്ടതോടുകൂടി എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ഞാനൊരു കാര്യം ചെയ്തു, ഇനിമേലും ഞാൻ ഒരാളോടും വാസ്തുശാസ്ത്രം നോക്കാൻ പോവില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നോക്കൽ നിർത്തി. വാസ്തുശാസ്ത്രം സ്ഥാനം നോക്കാൻ പോകുന്ന പരിപാടി ഞാനങ്ങനെ നിർത്തി. കാരണം വചനം സത്യമാണ്. ഈ വചനത്തിൽ പറയുന്നിരിക്കുന്ന കാര്യങ്ങൾ അത് അതേപോലെ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പലപ്പോഴും ആ വാഗ്ദാനം അനുസരിക്കാതെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനർത്ഥങ്ങൾ കടന്നു വരിക. പലപ്പോഴും നമ്മൾ ഈ വിശുദ്ധ ബൈബിൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെക്കും, അത് വായിക്കില്ല. അതൊന്ന് തുറന്ന് വായിക്കുവാൻ നമ്മളൊന്ന് മനസ്സ് കാണിക്കുവാണെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അറിയുവാൻ പറ്റും. ആ ദൈവസ്നേഹത്തിൽ നമുക്ക് നടക്കുവാനും പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെ വാസ്തുശാസ്ത്രം നോക്കുന്നത്, സ്ഥാനം നോക്കുന്നത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനങ്ങനെ ഈ വാസ്തുശാസ്ത്രമൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞ്, വാസ്തുശാസ്ത്രവും ബൈബിളും തമ്മിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തുശാസ്ത്രം നോക്കുന്നത് 1-ാമത്തെ കൽപ്പന ലംഘനമാണ്, 62 ദേവന്മാരെ പൂജിച്ചുകൊണ്ടാണ് വാസ്തുശാസ്ത്രം നോക്കുന്നത് എന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. എൻ്റെ വീട് പണിയാറായി നിന്നിരുന്ന സമയമായിരുന്നത്. അപ്പോൾ ഞാനത് പൊളിച്ചിട്ട് 2ാമത് പണിതപ്പോൾ ഞാൻ വീട്ടിലെ ബാത്റൂം ഞാൻ കന്നിമൂലയിലാണ് കൊണ്ടുവന്ന് വെച്ചത്. കന്നിമൂലയിൽ ബാത്റൂം പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ കന്നിമൂലയിലാണ് കൊണ്ടുവന്ന് വെച്ചത്. അതുപോലെ വടക്ക് തെക്കായിട്ട് ക്ലോസറ്റ് വെക്കണം എന്നൊരു കണക്കുണ്ട്. അപ്പോൾ ഞാൻ അത് നേരെ തല തിരിച്ചു വെച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ ഒരടുപ്പേ ഇട്ടുള്ളൂ, 2 അടുപ്പ് വേണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരടുപ്പായിട്ട് ഒരു വീട്ടിലും ഒരു ഭവനത്തിലും ഇടാറില്ല. ഞാൻ എന്തായാലും ഒരു അടുപ്പ് മാത്രമേ ഞാൻ എൻ്റെ ഭവനത്തിൽ ഇട്ടുള്ളൂ. അതുപോലെ ഞാൻ വീട് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ചുറ്റളവ് മരണച്ചുറ്റിലാണ് കൊണ്ടുവന്ന് വെച്ചത്. അത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണമെന്ന 5 ചുറ്റളവ് പറയുമ്പോൾ മരണച്ചുറ്റിലൊന്നും ആരും വീട് വെക്കില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മരണച്ചുറ്റി കൊണ്ടുപോയി വീട് വെച്ചു. ഞാനങ്ങനെ ശാസ്ത്രം പറയുന്നതിനനുസരിച്ച് നേരെ തിരിച്ച് വിപരീതമായിട്ട് എല്ലാം ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഹല്ലേലൂയ. ഞാനല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് ഞാൻ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ വാസ്തുശാസ്ത്രം നോക്കുമ്പോൾ ഓരോരോ സ്ഥലത്തും ഇന്ന സ്ഥലത്തെ വെക്കാമോളൂ, ഇന്ന സ്ഥലത്തെ പണിയാമോളൂ എന്നുള്ള ഓരോ കണക്കുകളുണ്ട്. പക്ഷെ ഞാനിതെല്ലാം നേരെ തിരിച്ചാണ് വെച്ചിട്ട്. കാരണം ഞാൻ ജീവിച്ച് കാണിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയൂ എന്നുള്ള ബോധ്യം എനിക്ക് കിട്ടിയതുപോലെ. ഹല്ലേലൂയ. പക്ഷെ എന്നിട്ടും എത്രയോ മക്കളെ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ട് ഈ വാസ്തുശാസ്ത്രന്മാരുടെ പുറകെ പോകുന്നത്. കൂടോത്രക്കാരനെ എത്രയോ ആളുകളെ കയ്യിൽ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. ഒരുപാട് ഭവനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. ഒത്തിരി ക്രിസ്ത്യാനികൾ ഏലസൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നവരുണ്ട്. പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ പോലും ഈ ഏലസ് കെട്ടിക്കൊണ്ട് വരുന്ന ഒരുപാട് മക്കളുണ്ട്. ഹൈറേഞ്ചിൽ ഒരിക്കൽ ഒരു 4-5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുക. ഒരു സഹോദരി, നല്ല പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള ഒരു സഹോദരി. ഈ സഹോദരി എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മയിലും മുമ്പിൽ നിൽക്കും. മുമ്പിൽ നല്ല പ്രാർത്ഥന, കൈയൊക്കെ പിരിച്ചു വെച്ച് പ്രാർത്ഥനയാണ്.
നല്ല ദൈവവിശ്വാസമുള്ള ആളാണെന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. പക്ഷേ നല്ല ദൈവവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, ദൈവത്തിലൊക്കെ നല്ല അടിയുറച്ച് ആശ്രയിച്ച് ജീവിച്ച ഒരു സഹോദരിയായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ ഈ സഹോദരിയും തൻ്റെ 10 വയസ്സുള്ള കൊച്ചും മകനും കുളിക്കടവിൽ പോയപ്പോഴും കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സഹോദരിക്ക് വലിയൊരു വെള്ളം വന്ന് ആറ്റുവെള്ളം വന്നിട്ട് ഈ സഹോദരി ഒഴുകിപ്പോയി. കൊച്ച് ഈ കുട്ടി കരയിൽ നിന്ന് കരച്ചിൽ തുടങ്ങി. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഓടിക്കൂടി വലിയ വെള്ളപ്പൊക്കം വന്നു എന്നാണ് പറയുന്നത്. കുറച്ച് താഴെയായിട്ട് ഈ സഹോദരി രണ്ട് പാറയിൽ കാല് വെച്ചുകൊണ്ട് ഇങ്ങനെ അർത്ഥനഗ്നയായിട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ് ഇങ്ങനെ കിടന്നതെന്ന് വെച്ചിരിക്കുമ്പോൾ ആളുകൾ വന്ന് നോക്കുമ്പോൾ അരയിൽ ഒരു ഏലസ് കെട്ടിയിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ നോക്കണം, 2 വള്ളത്തിൽ കാല് ചവിട്ടുന്ന ഒരു സഹോദരി അത് കാണിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിച്ച ഒരു കാര്യം. നമ്മൾ ഒരു തലയ്ക്കിൽ കൂടി ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരു വശത്തു കൂടി സാത്താനെ നമ്മുടെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുക നമ്മൾ പലപ്പോഴും. ഹല്ലേലൂയ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് മുകളിലായിട്ടും കുറച്ച് താഴെയായിട്ടും ഈ കുളിക്കടവിന് കുറച്ച് താഴെയായിട്ടും കുറച്ച് മുകളിലായിട്ടും മറ്റുള്ളവർ കുളിക്കുന്നുണ്ടായിരുന്നു. അവരാരും ഈ വെള്ളം വന്നത് കണ്ടിട്ടില്ല എന്ന് അവർ പറയുന്നത്. ഈ വെള്ളം വന്നതൊന്നും കണ്ടിട്ടില്ല, അവർക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷെ ഈ സഹോദരി കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ വെള്ളം ഇങ്ങനെ വന്നത് എന്നുള്ള പറയുന്നത്. അല്ലേ? ഞാനിത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ മതി. നമ്മളല്ലാതെ ഒരാളുടെയും പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്ന് സംഭവിക്കണ്ട എന്നുള്ള കാര്യം കർത്താവാണ് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെ വാസ്തുശാസ്ത്രം നോക്കുന്നത്, സാധനം നോക്കുന്നത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിരുന്നാൽ പോലും എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വരുന്നില്ല. എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ്. ആ കാലഘട്ടത്തിലാണ് 2000 കാലഘട്ടത്തിലൊക്കെ എനിക്ക് ചെറുപ്പത്തിലെ മുതൽ സിനിമയോട് ഒരു ഭയങ്കര കമ്പമായിരുന്നു. അപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ 1-2 സീരിയലിലൊക്കെ അഭിനയിക്കാൻ പോയി, 1-2 കഥകളൊക്കെ എഴുതി. ആ കഥയൊക്കെ വേറെ വഴിക്ക് പോയി, അത് വേറെ കാര്യം. എങ്കിലും ഞാൻ ഇങ്ങനെ സീരിയലൊക്കെ അഭിനയിക്കാൻ പോയി. പക്ഷേ ഒരു സീരിയലിൽ ചെന്നപ്പോൾ, ഞാനിത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഒത്തിരി നല്ല സിനിമാക്കാരുണ്ട്, ഒത്തിരി നല്ല ആളുകളൊക്കെ ഉണ്ട് സിനിമാ ചരിത്രത്തിൽ. പക്ഷേ ചില വ്യക്തികൾ നമ്മൾ മുതലെടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ സഹോദരിമാരൊന്നും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകേണ്ടവരാണ്. കാരണം ഞാൻ ഈ സീരിയലിൻ്റെ സെറ്റിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്നെ ഒരു സാധനം മേടിക്കാൻ കടയിലേക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ റൂമിൽ ഒരു വ്യക്തി, എൻ്റെ പ്രൊഡ്യൂസർ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ പോയിട്ട് ഞാൻ പെട്ടെന്ന് എന്തോ കാര്യത്തിന് തിരിച്ചു വന്നപ്പോൾ മുറിയിൽ കണ്ട കാഴ്ച എന്നെ നടുക്കുന്നതായിരുന്നു. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്കൊക്കെ ഇങ്ങനെയുള്ള സൗകര്യം കിട്ടുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസാക്ഷിയുള്ള ആൾക്കാർ, ഇന്നും മനസാക്ഷി എന്നുള്ളത് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ അടികളും ബലാത്സംഗങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സ് മരവിച്ചുകൊണ്ട് മൃഗങ്ങളെക്കാൾ മേച്ചമായ രീതിയിൽ ഇന്ന് മനുഷ്യർ പെരുമാറിക്കൊണ്ടിരിക്കുക. അതെന്തൊക്കെയായാലും ഇദ്ദേഹത്തോട് ഞാൻ അന്ന് വഴക്കുണ്ടാക്കി. ഞാൻ അന്ന് ആ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അറിയാലോ, ഒരു പ്രൊഡ്യൂസറോട് വഴക്കുണ്ടാക്കിയാലുള്ള അവസ്ഥ നമ്മൾ ഏകദേശം ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും അവിടെ എൻ്റെ ആഗ്രഹം അവിടെ തട നിർത്തി. എൻ്റെ ആഗ്രഹം അവിടെ വേണ്ടാന്ന് വെച്ചു. ഞാൻ അങ്ങനെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം പക്ഷേ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് വർഷങ്ങൾ കഴിയുമ്പോഴാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നല്ലൊരു ധ്യാനം കൂടണമെന്ന് വളരെ ആഗ്രഹം തോന്നി. ഒരു ധ്യാനം കൂടണം, ധ്യാനത്തിൽ പോയി പങ്കെടുക്കണമെന്ന് ആഗ്രഹം തോന്നി. ഇതിനു മുമ്പും പലപ്പോഴും മുരിങ്ങൂരൊക്കെ ധ്യാനത്തിന് പോയിട്ടുണ്ട് ചെറുപ്പത്തിലും. പക്ഷേ എന്തോ എൻ്റെ ഉള്ളിലേക്ക് ഒരു ധ്യാനം വളരെ കാര്യമായിട്ട് കൂടണം എന്നെനിക്ക് ആഗ്രഹം തോന്നി. ആ സമയത്തൊക്കെ 10-14 ജോലിക്കാർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു.
ഇപ്പോൾ നിലവിലെ ഒരു 4-5 കെട്ടിടങ്ങൾ, ഒരു വീടുകൾ പണിതുകൊണ്ടിരിക്കുക. അതിൻ്റെ പണി നിർത്തിയിട്ട് ഇനി ഞാൻ ധ്യാനത്തിന് പോയിട്ട് വന്നിട്ടേ പണി തുടങ്ങുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുക. ആ സമയത്താണ് അങ്ങനെ ഞാൻ തീരുമാനമെടുക്കുമ്പോൾ പോലും തിരക്ക് കൂടുതൽ വന്നു. കാരണം അവിടെയാണ് നമ്മൾ നന്നാവാൻ പിശാച് അനുവദിക്കില്ല. നമ്മൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അപ്പച്ച അമ്മച്ചി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. ഈ തടസ്സങ്ങളൊക്കെ, ഈ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്തിട്ട് വളരെ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ ഇവിടെ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഒരു ധ്യാന കേന്ദ്രത്തിൽ കടന്നു പോകാൻ നമ്മൾ ആഗ്രഹിച്ചോ അന്ന് മുതൽ പിശാച് നമ്മളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു എനിക്ക് സംഭവിച്ചത്. തിരക്ക് കൂടി വന്നു. എന്തായാലും പണമില്ലാത്തതല്ലേ, അപ്പം പിന്നെ കുറച്ച് പണം ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ ആ പണി പിന്നെയും പിടിക്കും. ഇങ്ങനെ 1.5 വർഷത്തോളം നീണ്ടുപോയി പണി പിടിച്ചിട്ട്. പണി കൂടുതലായിട്ട് കിട്ടിയിട്ട് ഒത്തിരി ദിവസങ്ങൾ നിന്നു. എന്തായാലും ഞാൻ പിന്നീട് തീരുമാനിച്ചു, എന്തായാലും ഇനി ഒരു പണിയും പിടിക്കുന്നില്ല, ഒരു ജോലി ഇനി വേണ്ട. നമ്മളൊരു മുക്തായുക്തി എടുക്കണം. യാക്കോബ് ദൈവത്തോട് മസിൽ പിടിച്ചതുപോലെ ഒരു എടുത്ത് ചാട്ടമാണ് ഇത്. ഒരു എടുത്ത് ചാട്ടമാണ്. ഞാനന്ന് തീരുമാനിച്ചു, ഇന്ന് എന്തായാലും ധ്യാനത്തിന് പോയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ 2010 ഞായറാഴ്ച ഞാൻ ധ്യാനത്തിന് പോകാൻ, ഗുഡ് ന്യൂസിലെ സാബു അടക്കത്തിയുടെ ധ്യാനത്തിന് പോകാൻ ഞാൻ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചു. ബുധനാഴ്ച എൻ്റെ ജോലിയെല്ലാം തീർത്തു. ബുധനാഴ്ച കൊണ്ട് എല്ലാ ജോലിയും ഞാൻ തീർത്തു വെച്ചു. പണിക്കാരെയൊക്കെ തിരിച്ചു വിട്ടു. അപ്പോഴാണ് എൻ്റെ അമ്മാവൻ, എനിക്ക് ഒരു 2 ദിവസത്തെ പണിയുണ്ട്, അമ്മ അത്യാവശ്യമായിട്ട് പണിത് തരാമെന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, 2 ദിവസം ഉണ്ടല്ലോ, ബുധനാഴ്ച ആയുള്ളൂ, വ്യാഴം വെള്ളി ശനി 3 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ഇനി 2 ദിവസത്തെ പണിയല്ലേ ഉള്ളൂ, പോയി എന്തായാലും ചെയ്തു കൊടുത്തേക്കാം, കുഴപ്പമില്ല എന്ന് ചിന്തിച്ചു. പിറ്റേ ദിവസം എനിക്ക് വ്യാഴാഴ്ച പോകാൻ പറ്റിയില്ല. എന്തായാലും വെള്ളിയാഴ്ച, അതിൻ്റെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഞാൻ ചെന്ന് ഇങ്ങനെ സിമെൻ്റൊക്കെ കൂട്ടിയിട്ടു. സിമെൻ്റ് കൂട്ടി കുറച്ച് ഉച്ച വരെ പണിതു. രാവിലെ മുതൽ എനിക്ക് എന്തോ അസ്വസ്ഥത തോന്നി. വിശപ്പില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉച്ച വരെ ഞാൻ പണിതു. ഉച്ചയായപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തോ അസ്വസ്ഥത, ഛർദിലൊക്കെ വരുന്നുണ്ട്, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു പാരസെറ്റാമോളൊക്കെ എടുത്ത് കഴിച്ച് വലിയ കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് പോവുക. രാവിലെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശനിയാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് പോയപ്പോൾ അവിടെ സിമെൻ്റൊക്കെ കൂട്ടി ഞങ്ങൾ പണി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ തലേദിവസം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല. ആഹാരം കുറച്ച് കഴിക്കണമല്ലോ. അപ്പോൾ അന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാൻ സിമെൻ്റ് കൂട്ടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ തലകറക്കം തുടങ്ങി, തല മരവിക്കുന്നത് പോലെ തോന്നി, എന്തോ ഭയങ്കര അസ്വസ്ഥത. ഞാൻ അമ്മാവനോട് പറഞ്ഞു, അമ്മ എനിക്ക് പണിയാൻ പറ്റില്ല, സിമെൻ്റൊക്കെ എന്തെങ്കിലും കാണിച്ച് വെച്ചോളം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വണ്ടിയെ കയറി. കണ്ണൊന്നും കാണാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം 10-25 കിലോമീറ്ററോളം ബൈക്ക് ഓടിച്ചുകൊണ്ട് കോളഞ്ചേരി മെഡിക്കൽ ആശുപത്രിയിലേക്ക് ചെന്ന് അവിടെ കാഷ്വാലിറ്റിയിൽ കയറി. എനിക്ക് അവിടെ നിന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു, ഛർദിൽ നിൽക്കുന്നില്ല. അവർ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബ്ലഡിലൊന്നും ഒരു കുഴപ്പമില്ല, ഒരസുഖങ്ങളോ ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ആകെ അസ്വസ്ഥമായി, ക്ഷീണിച്ച് ഭയങ്കര ക്ഷീണമാണ്, ഉറക്കം വരുന്നു, അതുപോലെ ഛർദ്ദിക്കാൻ വരുന്നു. 2-3 പ്രാവശ്യം ഛർദ്ദിച്ചു. അപ്പോഴേക്കും വീട്ടിലെല്ലാം പറഞ്ഞു, ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർമാർ വന്ന് പറയുകയാണ്, നിങ്ങളുടെ സ്കാൻ ചെയ്യണം, കുറേ ടെസ്റ്റുകളൊക്കെ നടത്താനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എനിക്കൊരു സംശയം, ഇതെന്ത് പെട്ടെന്ന് ബ്ലഡിലൊന്നും ഒരു കുഴപ്പമില്ല, പിന്നെ എന്താ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതെന്ന് ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ സഹോദരൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഏകദേശം കുറച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരമാകെ വേർക്കുവാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്തോ ഉഷാറായി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് പോകാം. പിറ്റേ ദിവസം ഞായറാഴ്ച
സാബൂർ ബ്രദറിൻ്റെ ധ്യാനത്തിന് പോകാനുള്ളതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ധ്യാനത്തിന് പോകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ജോലിയെല്ലാം നിർത്തിയത്. എന്തായാലും ഇവർ പ്രാർത്ഥിച്ച് ശരീരം പരത്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെന്നെ പിശാച് വിടാതിരിക്കാനുള്ള തന്ത്രമാണെന്ന്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്ത് ചെയ്താൽ വിടില്ല. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ ഛർദ്ദിൽ മാറണില്ലല്ലോ, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, നമ്മൾ എന്തെങ്കിലും കുറഞ്ഞില്ലെങ്കിൽ ഞാൻ നാളെ വരെ എനിക്ക് മരുന്ന് കിട്ടുന്നേരെന്ന് പറഞ്ഞ് ഡോക്ടറോട് നിർബന്ധിച്ച് ഞാൻ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. പോയി അസ്വസ്ഥത കുറച്ചൊക്കെ കുറഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിലേക്ക്, സാബു ബ്രദറിൻ്റെ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് കംപ്ലീറ്റ് അസ്വസ്ഥത മാറി. 2-3 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ട് ഭയങ്കര വിശപ്പായി. അന്ന് ഞാൻ വയറ് നിറയെ ആഹാരം കഴിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു വലിയൊരു പ്രവൃത്തി നോക്കി. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നപ്പോൾ സാബൂർദരിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എൻ്റെ മനസ്സിലേക്ക് ചാട്ടുള്ളി പോലെ കടന്നു. അത് മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ദശാംശം മുഴുവൻ എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ, നിങ്ങൾ ഞാൻ സ്വർഗ കവാടം തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് പരീക്ഷിക്കുവിൻ. സാബൂർദർ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ പരീക്ഷിച്ച് നോക്കാൻ പറയുന്ന ഒരേ ഒരു വചനം ബൈബിളിലുള്ള മലാക്കി 3:10. ഹല്ലേലൂയ. ബാക്കി എല്ലാ സ്ഥലത്തും ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ മാത്രം പറയുക ദൈവത്തെ പരീക്ഷിച്ച് നോക്കാൻ. ഈ വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ മുമ്പിൽ 2 ലിസ്റ്റുകൾ തെളിഞ്ഞു വന്നു. 2 ലിസ്റ്റുകൾ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. ഒരു ലിസ്റ്റിൽ എൻ്റെ ജോലി സ്ഥലത്തു നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ കണക്ക്, ഒരു ലിസ്റ്റിൽ എൻ്റെ ജോലി സ്ഥലത്തു നിന്ന് കിട്ടിയ നഷ്ടത്തിൻ്റെ കണക്ക്. ഇതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ജീപ്പ് മേടിച്ചു. ജോലി ഒരു വലിയ കുറെ കുഴിയിൽ, ഒത്തിരി താഴ്ചയിൽ, അവിടെ വേറെ ഒരു വണ്ടിയും വാഹനങ്ങളൊന്നും കടന്നു വരില്ലാത്തത് കാരണം എനിക്കൊരു വാഹനം മേടിക്കേണ്ട വന്നു. ഈ ജീപ്പ്, ലോഡ് കടിക്കുന്ന ഒരു ജീപ്പ്. ഈ ജീപ്പ് മേടിക്കുന്നതും വളരെ രസകരമാണ്. കാരണം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഞാൻ ഈ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിച്ച് പഠിക്കുമായിരുന്നു. ചെറുപ്പത്തിലെ മുതൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പഠിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അന്ന് പണം ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. ആ പൈസയ്ക്ക് ഞാൻ പോയി ഒരു ജീപ്പ് വാങ്ങിച്ചു. ആ ജീപ്പ് ടൗണിൽ നിന്നും വാഹനങ്ങൾ തിരക്കുള്ള സ്ഥലത്തു നിന്നും വീടിന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറം വരെ കൊണ്ടുവന്ന് തന്നത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. സുഹൃത്ത് അവിടെ വരെ കൊണ്ടുവന്നിട്ട് സുഹൃത്ത് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്നും ഈ വണ്ടി ഏകദേശം ഓർമ്മയിൽ വെച്ചുകൊണ്ട്, വണ്ടി ഓടിക്കുന്ന ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഈ വണ്ടി പതുക്കെ പതുക്കെ ഉരുട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. വേറെ വാഹനം എതിരിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചവിട്ടി നിർത്തും. അങ്ങനെ ഞാൻ വീട് വരെ എത്തി. പിറ്റേ ദിവസം അതുപോലെ തന്നെ ഞാൻ വാഹനങ്ങൾ ഓടിച്ചു. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് ഡ്രൈവിംഗ് പഠിച്ചു. ഹല്ലേലൂയ. ദൈവം നമുക്ക് പലപ്പോഴും ചില കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ഈ കഴിവുകൾ മനസ്സിലാക്കാതെ ചിലപ്പോഴും ഇല്ലാത്ത കഴിവുകൾ തേടി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഞാനങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു. അങ്ങനെ ഈ ജീപ്പ് എടുത്ത് വണ്ടി ഓടിക്കാൻ പഠിച്ചു. ഞാൻ ലൈസൻസ് എടുത്തു. ആ സമയത്ത് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ വാഹനം ഉപയോഗിച്ചു. അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഈ വാഹനത്തിലാണ് ഞാൻ അടിച്ചു കൊണ്ടുവന്ന് ആക്കി. അപ്പോൾ ആ ഭവനത്തിൻ്റെ പണി ജോലി തീരാറായ സമയത്ത് എനിക്ക് നല്ല 50,000 രൂപയോളം അതോടെ നിന്ന് ലാഭം കിട്ടി. ഈ ജോലി തീരുന്ന സമയത്ത് 10-12 അടി താഴ്ചയുള്ള ഒരു കൊക്കയിലേക്ക് എൻ്റെ വാഹനം മറിഞ്ഞു. എനിക്ക് വണ്ടിയിൽ നിന്നും ചാടാൻ സാധിച്ചില്ല. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നീ എടുത്ത് ചാടിക്കോളാൻ പറഞ്ഞു. ഇദ്ദേഹം ചാടി രക്ഷപ്പെട്ടു. എനിക്ക് ചാടാൻ കഴിഞ്ഞില്ല. എന്തായാലും ഞാൻ ചെന്നു. ഒരു മറിച്ചിൽ വണ്ടി താഴത്തെ 10-12 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു. പിന്നെ ഒരു മറിച്ചിൽ മറിഞ്ഞു, 2-ാമത്തെ മറിച്ചിൽ മറിഞ്ഞു, 3-ാമത്തെ മറിച്ചിൽ മറിയാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് ചാടി. തൊട്ട് മുമ്പിലുള്ള ഒരു റബ്ബർ മരം ലക്ഷ്യമാക്കി ഞാൻ എടുത്ത് ചാടി. റബ്ബർ മരത്തിൽ പിടുത്തം കിട്ടിയില്ല. എന്തായാലും താഴത്തേക്ക് വീണു. പക്ഷേ എനിക്കൊരു പോറൽ പോലും എനിക്ക് സംഭവിച്ചില്ല. പക്ഷെ എനിക്ക് അവിടെ നിന്നും ഒത്തിരി നഷ്ടങ്ങൾ വന്നു. 50,000 ലാഭം കിട്ടിയിട്ട് എൻ്റെ വാഹനം നഷ്ടപ്പെട്ടു പോയി. 65,000 രൂപ എനിക്ക് നഷ്ടത്തിലേക്ക് കലാശിച്ചു.
അപ്പോൾ 50,000 രൂപ ലാഭം കിട്ടി, 65,000 രൂപ വാഹനത്തിന് നഷ്ടമായി, 15,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഞാനിങ്ങനെ പലിശയ്ക്കൊക്കെ എടുക്കുമായിരുന്നു. പിന്നീട് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഒരു സ്കൂട്ടർ വേറൊരാളുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകാൻ ഇങ്ങനെ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ജോലിയിൽ നിന്നും എനിക്ക് കുറച്ച് കാശ് ലാഭം കിട്ടി. ആ സ്കൂട്ടർ ഒന്ന് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് എനിക്ക് അവിടെ നഷ്ടം വന്നു. ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. അതിനുശേഷം ഞാനൊരു കാർ എടുത്തു. ഈ കാർ എൻ്റെ ഒരു സുഹൃത്ത് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും സൈഡിലുണ്ടായിരുന്നു. ഒരു ബൈക്കുകാരനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ബൈക്ക് അതിൻ്റെ അടിയിൽ പോയി. എന്തായാലും ആളിന് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ എൻ്റെ കാർ നഷ്ടമായി. ഇങ്ങനെ പരാജയങ്ങളുടെ പരാജയം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത്. ഈ പരാജയങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഒരു ലിസ്റ്റായിട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ നഷ്ടം വരുന്നത്? അപ്പോഴാണ് സാബൂർദരൻ്റെ ഈ വചനം എൻ്റെ മനസ്സിലേക്ക് ചാട്ടുളി പോലെ കടന്നു വന്നത്. നിങ്ങളുടെ ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള ഒരു സംഭവമാണ്, പള്ളിക്ക് എന്തിനാ പൈസ? എന്തിനാ കർത്താവിന് പൈസ? കർത്താവ് സമ്പന്നനല്ലേ? ശരിയാ, ഞാനും അങ്ങനെ ചിന്തിച്ചു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഹല്ലേലൂയ. ഞാൻ പള്ളിയിലേക്കൊന്നും ഒരു ദശാംശവും കൊടുക്കുകയില്ലായിരുന്നു. ഒരു പൈസ പോലും ഞാൻ പള്ളിയിലേക്ക് കൊടുക്കുകയില്ല. പള്ളിയിലെ ഒരു പരിപാടിക്കും ഞാൻ പങ്കെടുക്കുവാൻ പോയില്ല. പള്ളിയിൽ ഒരു ജോലി ചെയ്താൽ ജോലി ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കാൻ പോയില്ല. പണം 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 എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇങ്ങനെ നടന്നിരുന്നത്. ഹല്ലേലൂയ. കാര്യം ദൈവത്തിൽ വിശ്വാസമുണ്ട്, നല്ല ക്രിസ്ത്യാനിയാണ്. പക്ഷെ എന്നാലും എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വരാത്തതിൻ്റെ ഒരു കാരണം ഞാൻ ദശാംശം കൊടുക്കാത്തത് കൊണ്ടാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് ഞാനിങ്ങനെ കടന്നു വന്നു. ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സഹോദരൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഈ ശാലോം ചാനലിനെ കുറിച്ച്. ആ കാലഘട്ടത്തിൽ എന്നോട് പറയുമായിരുന്നു. കാരണം ശാലോം ചാനൽ പ്രവർത്തിക്കണമെങ്കിൽ ധാരാളം പണം വേണം. അപ്പോൾ അതിനകത്തൊരു SPF അംഗമായിട്ട് നീ കൂടാൻ എന്നോട് പറയുമായിരുന്നു. ഞാൻ അന്നൊന്നും അത് കാര്യമാക്കിയിരുന്നില്ല. എന്തായാലും ധ്യാനം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ കടന്നു വന്നിട്ട് ഞാൻ ഈ സഹോദരനെ പോയി കണ്ടു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ശാലോമിൽ എനിക്കൊരു മെമ്പർഷിപ്പ് എടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ശാലോം TVയിൽ ശാലോം ഫീസ് ഫെലോഷിപ്പിലേക്ക് ഞാൻ ഒരു നിശ്ചിത തുക എല്ലാ മാസവും അടച്ചുകൊള്ളാമെന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഒരു നിശ്ചിത തുക ഈ സഹോദരൻ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സഹോദരൻ നല്ലൊരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ഈ ശാലോം ഫീസ് ഫെലോഷിപ്പിൽ ഞാൻ അംഗത്വം ചേർന്നു. ശാലോം ഫീസ് ഫെലോഷിപ്പിൽ അംഗത്വം ചേരാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റം വരാൻ തുടങ്ങി. 20,000 30,000 രൂപ ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ജോലി അത് ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ജോലിയിലേക്കാണ് കടന്നു വന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, ഇപ്പോഴും ഞാൻ വെറും കൂലിപ്പണിക്കാണ് പോകുന്നത്. കോൺട്രാക്ടർ വർക്ക് ഞാൻ അന്ന് മുതലേ നിർത്തിയിരുന്നു. പക്ഷേ ഈ കോൺട്രാക്ട് വർക്ക് 10-14 ജോലിക്കാരെൻ്റെ കീഴിലുള്ളപ്പോഴും 4-5 കെട്ടിടങ്ങൾ ഒരേ സമയത്ത് ഞാൻ വർക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോഴും എനിക്കില്ലാത്ത സമ്പാദ്യമാണ് ഞാനിപ്പോൾ വല്ലപ്പോഴും ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, കർത്താവിന് ദശാംശം കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സൃഷ്ടിച്ച കർത്താവിനെ അറിയാം നമ്മളെ നടത്താൻ. പക്ഷേ നമ്മളെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ കടന്നു വരിക. എന്തായാലും ഈ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി മുതൽ കർത്താവിന് വേണ്ടിയിട്ട് സമ്പത്ത് മാത്രമല്ല സമയവും മാറ്റിവെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനിപ്പോൾ POC ആയിട്ട് ബന്ധപ്പെട്ട് മിഷൻ സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കുവാൻ പോകുന്നു. തെരുവുകളിലൊക്കെ വചനം പ്രഘോഷിക്കുവാൻ പോകുന്നു. ആ ഒരു ലെവലിലേക്ക് കർത്താവ് എന്നെ ഉയർത്തിയത് ദശാംശം കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ. ആ കാലഘട്ടത്തിലെ ചിന്ത ഇങ്ങനെയായിരുന്നു, ശാലോമിലേക്ക് നമ്മൾ പൈസ അയക്കുമ്പോൾ അവർ ദിവ്യകാര്യത്തിന് മുമ്പിലിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. അവർ നമ്മുടെ പേര് പറഞ്ഞ് ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുമെന്നുള്ള ചിന്ത എനിക്ക് ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശാലോം ഫീസ് ഫെലോഷിപ്പിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് തോന്നിയത്. വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഷെക്കീന ചാനൽ, ഇന്ന് സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് വേറെ ഒരു ചാനലും ഇന്നില്ല നിലവിൽ.
കാരണം സഭയെ അവഹേളിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം കുറേ ചാനലുകൾ ഇവിടെ വരുമ്പോൾ സഭയ്ക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്തുവാൻ ഷെക്കീന ചാനൽ വന്നത് സന്തോഷ് കരുമാത്ര ബ്രദറിൻ്റെ കൂടെ കൂടുവാനും എനിക്ക് സാധിച്ചു. ആ ചാനലിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കുവാനും എനിക്ക് സാധിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുമ്പോൾ, സമ്പത്ത് മാറ്റിവെക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം, സമാധാനം കടന്നു വരും. അതല്ലാതെ ഒരു വാസ്തുശാസ്ത്രം നോക്കുന്നവനോ മന്ത്രവാദം നോക്കുന്നവനോ ആഭിചാരം നോക്കുന്നവനോ ഒന്നും നമ്മളെ രക്ഷിക്കുവാൻ കഴിവില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നമ്മളല്ലാതെ ഈ വാസ്തുശാസ്ത്രജ്ഞന്മാരും പറയുന്നത് നോക്കിക്കൊണ്ട് 62 ദേവീദേവന്മാരെ പൂജിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. ആ സ്നേഹവും കരുണയും നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുയർത്തവൻ, കോമളരൂപിയായവൻ, പഴയ നിറമുള്ളവൻ, സുനേത്രനായവൻ, ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ലാത്തവൻ, പുരുഷനിൽ പൂർണ്ണനായവൻ, നസ്രായ വ്രതക്കാരനായവൻ, ദൈവത്തിൻ്റെ ഏകപുത്രനായ നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ കൂടിയിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ പാപങ്ങളെല്ലാം അവിടുത്തെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അവിടുത്തെ രക്ഷകനാഥനമായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ മാത്രം മതി. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള വാഗ്ദാനം അവിടുന്ന് നൽകിയിട്ടുള്ളത് നമ്മൾ ഓരോ വ്യക്തികളെയും ഓർത്ത് നോക്കിക്കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാനെന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കുടുംബം മുഴുവനും സന്തോഷപ്രദമാവും. നമുക്ക് ചിലപ്പോൾ അനർത്ഥങ്ങളൊക്കെ കടന്നു വരും. അത് നമ്മളെ പലപ്പോഴും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ വാഹനത്തിൽ നിന്ന് മറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു, ദൈവമേ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എത്തുകയില്ലായിരുന്നു എന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 വാക്യങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രമിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമുക്ക് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് അനർത്ഥം വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും തിരിഞ്ഞ് ഉടനെ കൂടോത്രം ചെയ്യാനോ മന്ത്രവാദം ചെയ്യാനല്ല പോകേണ്ടത്. നമ്മുടെ പുറകിൽ നിന്നും നമുക്കുള്ള സ്വരം കേൾക്കുക. ആ സ്വരം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ പ്രിയ സഹോദര സഹോദരി, അപ്പച്ച അമ്മച്ചി, നിങ്ങൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷയിലേക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടെ നമുക്ക് ദൈവത്തെ ആരാധിച്ച് വണങ്ങാം. ഈ കാലഘട്ടത്തിൽ വിശ്വാസം ഒത്തിരി ത്യജിച്ചു പോകേണ്ട ഈ കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പിശാച് പല തന്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് വരും. ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട്, ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചറിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ തന്നെ പലപ്പോഴും സംഭവങ്ങൾ ഒരുപാടുണ്ടാവാറുണ്ട്. പക്ഷെ അവയിലൊന്നും തോറ്റുപോകാതെ നിരാശനാകാതെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുവിൻ്റെ നാമമാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കൂടെ എന്നുള്ള സത്യം തിരിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.